ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണ്ടറിങ് ജൂ ചെടി വെച്ച് ഒരു ബോൺസായി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് ആവശ്യം. കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു കമ്പി എടുത്ത് ഇതിൻ്റെ ചുറ്റുപാടും ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. കമ്പി നന്നായിട്ട് ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ഇതിൻ്റെ ഹോൾസ് ഇടാൻ പറ്റുവേ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വാണ്ടറിങ് ജൂ ചെടി എടുക്കാവേ. കുറച്ച് ഏറെ വാണ്ടറിങ് ജൂ ചെടി ആവശ്യമായുണ്ട്. ഞാനിത് നട്ടുപിടിപ്പിച്ച വാണ്ടറിങ് ജൂ ചെടി ഒന്നുമല്ല. നമ്മുടെ പറമ്പിലൊക്കെ ഇത് ധാരാളം ഇതുപോലെ കിളുത്ത് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചെറിയ ഒരു തണ്ടൊക്കെ പറമ്പിലും മുറ്റത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ കിളുത്ത് വരും. ഞാൻ ഇതുപോലെ പല ഐഡിയകളും ചെയ്യാൻ വേണ്ടി പറമ്പിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ വാണ്ടറിങ് ജൂ ചെടി വെച്ച് ഓരോ രീതിയിൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന്. പൂക്കളില്ലെങ്കിൽ പോലും ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ചാനലിൽ ഞാൻ ഇതിൻ്റെ മരം ചെയ്യുന്നതും മഷ്റൂം വാണ്ടറിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുവേ. ഇതുപോലെ ഇതിൻ്റെ ലീഫെല്ലാം നമുക്കൊന്ന് എടുത്തു മാറ്റാം. ശേഷം ഇതിൻ്റെ തണ്ടും മുകളിലെ ലീഫുമാണ് നമുക്ക് ആവശ്യം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുഴുവൻ അടിഭാഗത്തെ ലീഫെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ബോട്ടിലിൽ സെറ്റ് ചെയ്തെടുക്കണം. ഈ ബോട്ടിലിലെ ഹോൾസിൻ്റെ ഇടയിൽ കൂടി ഈ വാണ്ടറിങ് ജൂ ഓരോന്ന് വീതം നമുക്ക് കുത്തിക്കൊടുക്കാം. വലിയ നീളമുള്ള തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കുത്തിക്കൊടുക്കാം. വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടിയാണ് വാണ്ടറിങ് ജൂ. വലിയ പോട്ടി മിക്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യുവേ. അതാണ് ഇതിൻ്റെ പ്രത്യേകതയെ. നമ്മൾ നട്ടു വെച്ചാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എളുപ്പത്തിൽ ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് കിട്ടും. ഇത് നമുക്ക് ഓരോന്നും ഈ ഹോൾസിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ലൈനായി വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരു ബൊക്ക പോലെയുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല ഒരു ഫയറി ഗാർഡനിലാണ് നമ്മൾ ഈ ബോൺസായി വാണ്ടറിങ് ജൂ സെറ്റ് ചെയ്യുന്നത്. ഫയറി ഗാർഡൻ ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗം കൂടി നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫയറി ഗാർഡൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ബോൺസായി വെച്ച് കൊടുക്കുന്നത്. വലിയ പൈസ ചിലവില്ലാതെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ മുഴുവനായും വെച്ച് കൊടുത്ത ശേഷം ഒരു കയറ് വെച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നല്ല ടൈറ്റിൽ കെട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തെ നീണ്ടു നിൽക്കുന്ന കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ ഇതിൻ്റെ അടിയിൽ നീണ്ടു നിൽക്കുന്ന അധികം കമ്പിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിനെ നമുക്ക് ഇനിയൊന്ന് മാറ്റി വയ്ക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിയ ചട്ടി. ഇതിൻ്റെ അടിഭാഗം കുറച്ച് വിള്ളലൊക്കെ വീണ ഒരു ചട്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കാം. പൊട്ടിയ ചട്ടിയുടെ സൈഡൊന്നും പൊട്ടിയാലും കുഴപ്പമില്ല. ഇത് മുഴുവനായും സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിലോട്ട് നമുക്ക് ഇനി ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം.
അധികം കട്ടകളൊന്നും ഇല്ലാത്ത പോട്ടി മിക്സ് എടുക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ ഇതിലോട്ട് നിറയ്ക്കാൻ വളരെ എളുപ്പമുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ചട്ടിയുടെ നടുഭാഗത്തോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചട്ടി ഇങ്ങോട്ട് നീക്കിയ ശേഷം ഇതിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാവേ. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് ഡെക്കറേഷൻ ഐഡിയകളൊക്കെ ഒന്ന് ചെയ്യാവേ. അപ്പോഴാണ് ഇതൊരു ഫയറി ഗാർഡൻ പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല ഒരു ബോൺസായിയുടെ ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഇതുപോലെ കല്ലുകളൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്ലൊക്കെ വെക്കാം. ഞാനിവിടെ തോട്ടിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ പറക്കുന്ന സൈസ് കല്ലാണ് ഇത് വില കൊടുത്ത് മേടിച്ച കല്ലല്ലേ. ഇതിനെ നമുക്ക് ഒരു ഗ്രാസ് ഇതിന് ചുറ്റും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഒരു ഗ്രാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാസൊക്കെ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാകും. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തു കൂടി കല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. കല്ല് വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒരു മഷ്റൂം സെറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു മഷ്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്ലേയും കൊണ്ട് ഉണ്ടാക്കി എടുത്തതാണ്. ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളേ. ഞാനിവിടെ 2 മഷ്റൂമൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡോളിനെയും കൂടി ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഒരു ഫയറി ഗാർഡൻ ആണല്ലോ, അപ്പോൾ ചെറിയൊരു ഡോളൊക്കെ ഉള്ളത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുവേ. ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ ചെടി എന്തെങ്കിലും വെക്കാം. ഞാനൊരു ചെറിയൊരു എപ്പീഷ്യയുടെ ചെടി കൂടി വെച്ചിട്ടുണ്ട്. എപ്പീഷ്യയുടെ ലീഫ് വെക്കുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇത് വെക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ചെടി വേണമെങ്കിലും ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കാണാൻ നല്ല ലുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.